ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അരിപ്പൊടി വെച്ചിട്ടുള്ള ഒരു പോറിഞ്ച്, ഒരു കഞ്ഞിയാണ്. അതെനിക്ക് പനിയായതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ടുണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അരിപ്പൊടി വെച്ചിട്ടുള്ള കഞ്ഞി, പാവയ്ക്ക മെഴുക്കുവരട്ടി, ഒരു മുരിങ്ങയില കടുക് വറുത്ത തോരനും, പിന്നെ നമുക്ക് 2 കൊണ്ടാട്ടവും വറക്കാം. ആദ്യം നമുക്ക് പാവയ്ക്ക അടുപ്പ് വെച്ച് ഞാനൊരു സ്വല്പം നെയ്യൊഴിച്ചു, സ്വല്പം ഉപ്പ്, പാവയ്ക്ക കയ്പ്പ് വരാതിരിക്കാൻ നെയ്യാണ് നല്ലത്. മഞ്ഞൾപ്പൊടി ഇട്ടു, വെള്ളം ഒഴിച്ചു. ഇനി അതവിടെ വേവണ്ട. അപ്പോഴത്തേക്ക് നമുക്ക് മുരിങ്ങയില കടുക് വറുത്തെടുക്കാം. കുറച്ച് മുരിങ്ങയിലേ ഉള്ളൂ, അത് കഴുകിയോണ്ടാണ് ഞാൻ ഈ വല വെച്ചിരിക്കുന്നത്. കുറച്ച് മതി, ഏറിനിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ, അത് കാരണം. ഇനി മുരിങ്ങയില ഒന്ന് വാടിയാൽ മതി, നമുക്ക് ഇത്ര എളുപ്പം കഴിയും. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കി ഇതിഞ്ഞെടുക്കാം. ഇനി നമ്മുടെ അരിപ്പൊടി കഞ്ഞിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിലോട്ടിട്ട് വെള്ളം ഒഴിക്കണം. കുറച്ച് മോര് അവരവല്ല പുളിയുടെ ആവശ്യത്തിന്. നമുക്ക് ഉപ്പ് ഇടണം. അതെ, നമുക്കിതൊന്ന് ഇളക്കണം, ഒട്ടും കട്ടയില്ലാതെ. കുറേം കൂടെ വെള്ളം വേണ്ടി വരും, അത് നമുക്ക് അടുപ്പയിലോട്ട് വെച്ചിട്ടൊഴിക്കാം. നമുക്ക് ആ മുരിങ്ങയില എടുത്ത് അതേ ചീനച്ചട്ടിയിൽ തന്നെ ഒന്ന് കടുക് വറക്കാം. കടുകും മുളകും നല്ലോണം ഇടണം. ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ ഇഞ്ചിയും പച്ചമുളകും ഇടണം. ഇനി നമുക്ക് ഇഞ്ചിയും പച്ചമുളകും ഇടാം. ഇത് അരിപ്പൊടി മോര് ഒഴിച്ച് ഉപ്പ് ഇട്ട് വെച്ചിരിക്കുക. കട്ട കെട്ടാതെ വേണം ഇളക്കാൻ. നമുക്ക് പാവയ്ക്ക ഒന്ന് നോക്കാം, പിന്നെ ചെറുതായിട്ട് മൊരിയട്ടെ. നമ്മുടെ കഞ്ഞി വെന്ത് പാകമായി. ഇനി നമ്മൾ നേരത്തെ കൊണ്ടുണങ്ങിയ കോവയ്ക്ക ഉണ്ടല്ലോ, അതും കൂടെ 2 വറക്കാം. 2 കോവയ്ക്കയും 2 മുളകും കൂടെ വറക്കാം. ഇത് മതി. ഇത് നമുക്ക് സ്റ്റൗ ഓഫാക്കാം. നമ്മളുടെ കഞ്ഞി റെഡിയായി. ഞാൻ എണ്ണ അടുപ്പ് വെച്ചു. ഇനി കോവയ്ക്ക വറക്കാൻ. പാവയ്ക്കായും ഉപ്പ് പാകമായി. നമുക്ക് സ്റ്റൗ ഓഫാക്കാം. പാവയ്ക്കായുടെ കോവയ്ക്ക കൊണ്ടാട്ടം ഉണങ്ങുന്ന ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. നല്ലതാണ് കോവയ്ക്ക തൈരിനകത്തിട്ട് ഉണങ്ങിയെടുക്കുമ്പം. ഇനി 2 മുളകും കൂടെ വറക്കാം. ഇന്നത്തെ
ഇന്നത്തെ ഡിന്നറെല്ലാം പാകമായി. ഇനി നമുക്ക് കഴിക്കാം. ഇപ്പം നമ്മുടെ അരിപ്പൊടിയുടെ കഞ്ഞി, പാവയ്ക്ക മെഴുക്കുവരട്ടിയും കോവയ്ക്ക കൊണ്ടാട്ടവും മുളകും മുരിങ്ങയില തോരനും റെഡിയായി. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.